ഹലോ, ഇന്നൊരു ചിക്കൻ മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇനിയിപ്പോൾ ഈദൊക്കെ വരാനായി, ഈദിനും അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മീഡിയം കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറഞ്ഞത് ഒരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ബൗളിൽ ഒരു 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതേ അളവിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതാ ചിക്കൻ്റെ ഒരു വശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു 1/2 കിലോ ചിക്കനും 1.5 കപ്പ് റൈസും എടുത്തിട്ടുള്ളത്. ഈ വശം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ ഓയിലൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 കഷ്ണം പട്ടയും കുറച്ച് ഗ്രാമ്പും കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. കുരുമുളകൊക്കെ ഇങ്ങനെ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം പച്ചമല്ലിയാണ്. അപ്പോൾ പച്ചമല്ലി ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് അത് കീറിയിട്ടൊന്നുമില്ല, നേരെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അടുത്തത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്നും അധികം ഒന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു ചിക്കൻ ക്യൂബാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ ക്യൂബ് ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടും. എന്നിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ഉണക്കനാരങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ നാരങ്ങ ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്നെങ്കിൽ ഇത് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ ഹോൾസ് ഇട്ടിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അറബിക് മസാല ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കബ്സയോ മന്തിയുടെ എന്തിൻ്റെങ്കിലും മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ടാകും. അപ്പോൾ ഇനി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് അരിക്ക് 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറഞ്ഞ തീയിലിട്ടിട്ടാണ്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അരിയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊന്ന് മാറ്റാം. അതിനുശേഷം റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നിനോടൊന്നും ഒട്ടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മജ്ബൂസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതിനോ അല്ലെങ്കിൽ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്